ഓപ്പറേഷൻ സിന്ദൂർ എപ്പോൾ പ്ലാൻ ചെയ്തു? എന്താണ് ഇന്നലെ തന്നെ നടത്താൻ തീരുമാനിച്ചത്? അല്ല, അതിൻ്റെ പറയും മുമ്പ് എനിക്ക് വലിയ സന്തോഷമാണ്. ഇന്ത്യക്കാർക്ക് മുഴുവൻ സന്തോഷമാണ്, ദേശാഭിമാനികൾക്ക് മുഴുവൻ സന്തോഷമാണ്. സന്തോഷമില്ലാത്ത ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടാവുമായിരിക്കും, അത് പോട്ടെ, അവരെ വിടാം നമുക്ക്. ഏതായാലും രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ വളരെ കൗതുകകരമായ ഒരു ട്വീറ്റ് കേട്ടോ. അതായത് പ്രയാഗ്രാജിൽ നിന്ന് പറന്നു പൊങ്ങിയ റാഫേൽ വിമാനങ്ങൾ, അത് ഹിന്ദുസ്ഥാൻ്റേതാണ്. ഹിന്ദുവിൻ്റെ പുണ്യഭൂമിയായ പ്രയാഗ്രാജ്, കുംഭമേള നടന്ന പ്രയാഗ്രാജിൽ നിന്ന് പറന്നുയർന്ന റഫേൽ വിമാനങ്ങൾ ഉണ്ടാക്കിയത് ക്രിസ്ത്യാനി. അതിൽ നിന്ന് പോയ സ്കാൽപ്പ് മിസൈലുകൾ, ഹമ്മർ ബോംബുകൾ ജൂതൻ്റെ. അതായത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഇന്ത്യ നടത്തിയ അതിശക്തമായ പ്രഹരം ഹിന്ദുവിൻ്റെ പുണ്യഭൂമിയിൽ നിന്ന്, ഹിന്ദുസ്ഥാനിൽ നിന്ന് ക്രൈസ്തവനുണ്ടാക്കി നൽകിയ വിമാനങ്ങളിൽ ജൂതൻ്റെ ബോംബുകളും മിസൈലും ഉപയോഗിച്ച് പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ തീവ്രവാദ കേന്ദ്രങ്ങളുടെ ആസ്ഥാനം, അതായത് ഭഗവൽപൂർ എന്ന് പറയുന്നത് ജയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. പിന്നീട് മുരിഡ്കെ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. മുരിഡ്കെ LTTയുടെ ആസ്ഥാനമാണ്. സയ്യിദ് അസർ മസൂദിൻ്റെ ആസ്ഥാനമാണ് ഭഗവൽപൂർ. ഹാഫിസ് സയ്യിദിൻ്റെ ആസ്ഥാനമാണ് മുരിഡ്കെ. ഈ രണ്ട് തന്ത്രപ്രധാനമായ ഈ ഇന്ത്യൻ കോണ്ടിനെൻറ്റിൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന രണ്ട് സംഘടനകളുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഇന്ത്യ ആക്രമിച്ചത്. അതിന് ഈ പറഞ്ഞ പോലൊരു വ്യാഖ്യാനം ഞാനൊരു കമൻറ്റിൽ കണ്ടു. അത് പ്രേക്ഷകരോട് പറയുകയാണ്. സത്യത്തിൽ ആലോചിക്കുമ്പോൾ ശരിയാണ്. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഇന്ന് പൊരുത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്, ക്രൈസ്തവ രാജ്യമാണ്, ഇസ്രയേലാണ്, ജൂതന്മാരുടെ രാജ്യമാണ്, ഇന്ത്യയാണ്, ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യമാണ്, ഹിന്ദുസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, പ്രയാഗ്രാജ്, ഇസ്രയേലിൻ്റെ ആയുധങ്ങൾ, ഫ്രാൻസിൻ്റെ റാഫേൽ വിമാനങ്ങൾ, അതിൻ്റെ ഈ പറഞ്ഞ മൂന്ന് മതങ്ങളുമായി കൂട്ടിക്കെട്ടി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എന്നാൽ പോലും അത് കണ്ടത് ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നി മറ്റൊന്ന്, ഇതിൻ്റെ പേര് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അതായത് ഓപ്പറേഷൻ സിന്ദൂരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു പ്രതീകമാണ് നെറ്റിയിൽ സിന്ദൂരം ചാർത്തുക. സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ അഭിമാനമാണ്. എന്നാൽ പഹൽഗാമിൽ നമ്മുടെ 26ഓളം സഹോദരങ്ങളെ കൊന്ന് അവരുടെ ഭാര്യമാരുടെ, അമ്മമാരുടെ ഒക്കെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളയുന്ന നിഷ്ഠൂര പ്രവൃത്തിയാണ് പാകിസ്ഥാൻ ചെയ്തത്. അതിനുള്ള തിരിച്ചടി എന്ന നിലയിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്നല്ലാതെ വേറെ എന്ത് പേരിടും? എനിക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇപ്പോൾ കൃഷ്ണനായിട്ട് ഉപയോഗിക്കാനാണ് ആഗ്രഹം. കാരണം കൃഷ്ണൻ മഹാഭാരത യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി സന്ധി സംഭാഷണത്തിന് വേണ്ടി പോകുന്നത് കൃഷ്ണനാണ്. കൃഷ്ണൻ കൗരവരുടെ സവിധത്തിൽ ചെല്ലുന്നു, ചർച്ച ചെയ്യുന്നു. ആദ്യം പറയുന്നു അവർക്ക് 2 രാജ്യം അർദ്ധരാജ്യം കൊടുക്കുമെന്ന് പറയുന്നു. ഈ പറ്റില്ല എന്ന് പറയുന്നു. പിന്നീട് എന്നാൽ ഒരു കാര്യം ചെയ്യൂ, 5 ഗ്രാമങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നു. പറ്റില്ല എന്ന് പറയുന്നു. പിന്നീട് 5 വീടുകളെങ്കിലും കൊടുക്കുക എന്ന് പറയുന്നു. ഈ ചർച്ചയൊക്കെ നടക്കുമ്പോൾ ഓരോ തവണ ചർച്ചയ്ക്ക് വേണ്ടി കൃഷ്ണൻ പോകുമ്പോഴും കൃഷ്ണൻ്റെ മുന്നിൽ നിഴൽ പോലെ, മിന്നായം പോലെ ഒരാൾ കടന്നു പോകുമായിരുന്നു. ദ്രൗപദി, അഴിച്ചിട്ട മുടിയുമായി ദ്രൗപദി കടന്നു പോകുമായിരുന്നു. അപ്പോൾ കൃഷ്ണൻ ഓർമ്മിക്കും അവളുടെ പ്രതിജ്ഞ. ദുശാസനൻ്റെ മാറ് പിളർന്ന് ആ രക്തം കൊണ്ട് മാത്രമേ എൻ്റെ മുടി ഞാൻ കെട്ടൂ എന്ന് പറഞ്ഞുള്ള കൃഷ്ണയുടെ പ്രതിജ്ഞ കൃഷ്ണനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അവൾ കൃഷ്ണൻ്റെ മുന്നിലൂടെ കടന്നു പോകുമായിരുന്നു. അങ്ങനെ ഇന്ത്യ പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മുടെ രാജ്യത്തെ ദ്രൗപദിമാരുടെ അഴിഞ്ഞ മുടി കണ്ട് അങ്ങേയറ്റം ക്ഷമിച്ച കൃഷ്ണനെ പോലെ നിന്ന ആളാണ് നരേന്ദ്രമോദി. ഒടുവിൽ അതിന് അവരുടെ കണ്ണീരിന്, അവരുടെ മാഞ്ഞുപോയ സിന്ദൂര തിലകത്തിന്, സിന്ദൂരക്കുറിക്ക്, സീമന്തരേഖയിലെ സിന്ദൂരത്തിന് പകരം വീട്ടാൻ ഓപ്പറേഷൻ സിന്ദൂരം എന്നുള്ള പേര് സ്വീകരിച്ചത് എത്ര അഭിമാനകരമാണ്, എത്ര ചിന്താജനകമാണ് അല്ലേ? നമ്മൾ ആലോചിക്കണം. സിന്ദൂർ എന്തൊക്കെ പേരിടായിരുന്നു. വേണമെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ് വേറെ ഇംഗ്ലീഷ് പേരൊക്കെ ഇട്ട് തണ്ടർന്നോ ഒക്കെ പറഞ്ഞിടാമായിരുന്നു. പക്ഷേ നമ്മൾ സിന്ദൂരെന്നിട്ടത് ഇന്ത്യൻ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകം കൂടിയായിട്ടാണ് നമ്മൾ ഇന്നലെ ആക്രമണം നടത്തിയത്. ഇനി ആക്രമണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം നമുക്ക്. അതിന് മുമ്പ് ഇപ്പോൾ ആദ്യമേ പാകിസ്ഥാൻ പറഞ്ഞു നമ്മൾ 9 കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് പറഞ്ഞു. പാകിസ്ഥാൻ ആദ്യം പറഞ്ഞു ഇല്ല, 9 ഇന്ത്യ 24 എണ്ണങ്ങളിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞു. ഇന്നലെ പുലർച്ചെ 1:44 ഈ ആക്രമണം നടക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് നമ്മുടെ കരസേനയും വ്യോമസേനയും ചേർന്നാണ് ആക്രമണം നടത്തിയത്. 2 ടാർഗറ്റുകൾ വ്യോമസേന ഈ പറഞ്ഞ സ്കാൽപ്പ് മിസൈലുകളും ഹമ്മർ
മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തു. അത് ഒന്ന് ഭഗവൽപൂർ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമായ ഭഗവൽപൂർ, പിന്നെ ഗുൽപൂർ. ഇത് രണ്ടും നമ്മുടെ അതിർത്തിയിൽ നിന്ന് ഭഗവൽപൂരിലേക്ക് 100 കിലോമീറ്റർ ദൂരമാണ് ഉണ്ട്, ഗുൽപൂരിലേക്ക് 35 കിലോമീറ്റർ ഉണ്ട്. ഈ 2 സ്ഥലങ്ങളും തകർത്തത് എയർഫോഴ്സാണ്. ബാക്കിയുള്ള സ്ഥലങ്ങൾ, ബിലാൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഭീകര ക്യാമ്പ്, ബാർനാലായിലെ 10 കിലോമീറ്റർ ദൂരമാണ് അതിർത്തിയിൽ, അവിടുത്തെ ഭീകരവാദ ക്യാമ്പ്, സർജർ എന്ന് പറയുന്ന സ്ഥലത്ത് 8 കിലോമീറ്റർ ദൂരം, ബഹ്മൂന വളരെ പ്രധാനപ്പെട്ട ഈ ചില നേതാക്കന്മാരുണ്ടായിരുന്നു തീവ്രവാദി സംഘത്തിൻ്റെ എന്ന് കരുതുന്ന സ്ഥലം, മെഹ്മൂനയിലെ ക്യാമ്പ് 15 കിലോമീറ്റർ ദൂരമുണ്ട്, കോട്ട്ലിയിലേക്കും 15 കിലോമീറ്റർ നമ്മുടെ അതിർത്തിയിൽ ദൂരമുണ്ട്, മുസാഫർബാദിൽ നിന്ന് വെറും 2 കിലോമീറ്റർ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മുർദിഗെ, നേരത്തെ പറഞ്ഞ LDTയുടെ ഹാഫിസ് സെയ്ദിൻ്റെ ആസ്ഥാനമായിട്ടുള്ള മുർദിഗെ 30 കിലോമീറ്റർ ദൂരമാണ്. ഭിംബോർ, പിന്നെ ചാക്കക്രു തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ നമ്മൾ ആക്രമിച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ തീവ്രവാദി ക്യാമ്പുകൾ തന്നെ അവരെ ഇപ്പോൾ അതിർത്തിയിലുണ്ടായിരുന്ന പാക് അധിനിവേശ കാശ്മീരിൽ മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മൾ പലരും കരുതിയിരുന്നത് ഇന്ത്യ ആക്രമിച്ചാൽ മിക്കവാറും അത് പാക് അധിനിവേശ കാശ്മീരിൽ മാത്രമായിരിക്കും. POK ഇപ്പോൾ LOC നമുക്ക് ബാധകമല്ല, നമ്മൾ സിംല കരാർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ ഇല്ല, നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും POKയിലേക്ക് കയറാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ POKയിൽ മാത്രമേ നമ്മൾ ആക്രമിക്കൂ എന്നായിരുന്നു പാകിസ്ഥാനും കരുതിയിരുന്നത്. പക്ഷേ അത് തെറ്റിച്ചുകൊണ്ട് POK അല്ല, വേണ്ടി വന്നാൽ നിന്റെ നെഞ്ചത്ത് കയറി അടിക്കുമെന്ന് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ മേഖലയിലൊക്കെ ഈ ഭഗവൽപൂരും ഗുൽപൂരും ഒഴികെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇന്ത്യൻ ആർമിയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്, മിസൈലും റോക്കറ്റുകളും അയച്ചത്. എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും നമുക്ക് ഭഗവൽപൂർ 100 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് വരെ വളരെ പ്രിസൈസ് ആയിട്ട് കൃത്യം ലക്ഷ്യത്തോടെ നമ്മൾ ആക്രമണം നടത്തി ഇത്രയും ക്യാമ്പുകളിലായിട്ട് ഏതാണ്ട് 600ഓളം തീവ്രവാദികളെ പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് അയക്കാൻ വേണ്ടി താമസിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിർത്തിയിൽ നിന്ന് ഇവരെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും മറ്റ് സുരക്ഷിത സ്ഥാപനങ്ങളിലേക്കും പാക് റേഞ്ചേഴ്സ്, പാക് പട്ടാളം മാറ്റിയിരുന്നു. എന്നാൽ അവിടെ കൃത്യമായി കിട്ടിയ സുരക്ഷാ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പാകിസ്ഥാന് വലിയ പരാതിയൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കി തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രം വളരെ കൃത്യമായി ആക്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പാകിസ്ഥാന് ഞങ്ങളുടെ സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടായി എന്നൊന്നും പറയാൻ പറ്റില്ല. അതിർത്തി കടന്നു എന്ന് വേണം പറയാം. അതിർത്തി കടന്നാലും പക്ഷേ നമ്മൾ കടന്നിട്ടില്ല, മിസൈലുകളാണ് പോയത്. ഇന്ത്യൻ മണ്ണിൽ നിന്ന്, ഇന്ത്യൻ ആകാശത്ത് നിന്ന് മാത്രമാണ് ഈ ആക്രമണം നടത്തിയത്. ഇനി എന്തുകൊണ്ട് സിനു ചോദിച്ചെന്ന് പറഞ്ഞാൽ ഈ ചോദ്യമല്ലേ കുറച്ചായിട്ട് ചോദിക്കുന്നുണ്ട്. ഈ ഉറിയിലെ ആക്രമണം നടന്നത് 2016 സെപ്റ്റംബർ 18-നാണ്. തിരിച്ചടി ഉണ്ടായത് 29 ദിവസമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് 11 ദിവസം കഴിഞ്ഞിട്ടാണ്. പുൽവാമയിൽ 2019 ഫെബ്രുവരി 14 ആക്രമണം ഉണ്ടായി, തിരിച്ചടി 26-നുണ്ടായി, എന്ന് വെച്ചാൽ 12 ദിവസം കഴിഞ്ഞ്. അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ പഹൽഗാമിന് തിരിച്ചടിക്കേണ്ടത് ഏപ്രിൽ 22-നാണ് പഹൽഗാം ആക്രമണം ഉണ്ടായത്, എന്ന് തിരിച്ചടിക്കും എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ചിലപ്പോൾ ഒരു 13-ാം തീയതിയൊക്കെയാണ് വരേണ്ടത്. 13-ാം തീയതി എന്ന് പറഞ്ഞാൽ 13-ാം തീയതി അല്ല, 13 ദിവസം കഴിഞ്ഞിട്ട്. ആദ്യം 11 ദിവസം, പിന്നെ 12 ദിവസമാണെങ്കിൽ അടുത്തത് 13-ാമത്തെ ദിവസമാണല്ലോ. പക്ഷേ 13 ഒരു മോശം നമ്പറാണ്, അതുകൊണ്ട് 13 ഉണ്ടാവത്തില്ല. ഇന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇന്ന് 16ആണ്. പാകിസ്ഥാൻ്റെ 16 ഇന്ധനം കൂട്ടാൻ തീരുമാനിച്ചതുപോലെയാണ് ഇന്ന് ആക്രമണം നടന്നത്. പക്ഷേ അതിനൊരു ചെറിയൊരു ഈ ആളുകൾക്ക് എത്രമാത്രം ഡൈജസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ജ്യോതിശാസ്ത്രപരമായിട്ടൊരു കാരണം, ഈ ജ്യോതിശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ അതിപ്രഗത്ഭനായ അറിയപ്പെടുന്നൊരു മലയാളിയുണ്ട്, ഡോക്ടർ PS മഹേന്ദ്രകുമാർ. ഡോക്ടർ PS മഹേന്ദ്രകുമാർ ഇന്നലെ പകൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്നലെ രാവിലെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞത്, അതായത് യുദ്ധം എങ്ങനെ വരും എന്നുള്ള ചോദ്യത്തിന് പറഞ്ഞ് പൂരം തുടങ്ങട്ടെ അപ്പോൾ കാണാം എന്നാണ്. അപ്പോൾ എല്ലാവരും കരുതി ഇന്നലെ തൃശ്ശൂർ പൂരമാണല്ലോ, തൃശ്ശൂർ പൂരം തുടങ്ങട്ടെ എന്നാണെന്ന്. പക്ഷേ അതിന് വേറൊരു വ്യാഖ്യാനം ഇപ്പോൾ ഉണ്ട്. അതായത് പൂരം, പൂരാടം, പൂരുരുട്ടാതി, ഭരണി, മകം, ഈ നാളുകൾ ഉഗ്രവും ക്രൂരവുമായ ക്രൗര്യം നിറഞ്ഞതുമായ കൃത്യങ്ങൾ, ക്രൂരമല്ല ക്രൗര്യം നിറഞ്ഞതുമായ കൃത്യങ്ങൾ ചെയ്യാൻ പറ്റിയ ദിവസമാണ്. അതുപോലെ ചൊവ്വാഴ്ച. അപ്പോൾ ഇന്നലെ പൂരമായിരുന്നു, പൂരവും ചൊവ്വാഴ്ചയും ഒത്തുവന്നു. അപ്പം മഹേന്ദ്രകുമാർ പറയുന്നത്, ഹിംസ, അഗ്നികാര്യങ്ങൾ, ശാഠ്യകാര്യങ്ങൾ, വിഷം, ആയുധം തുടങ്ങിയ ഉഗ്രകാര്യങ്ങളിൽ കാര്യസിദ്ധി കിട്ടാൻ ഏറ്റവും പറ്റിയ സമയമാണ് പൂരം നാളും ചൊവ്വയും കൂടെ ഒന്നിച്ചു വരുന്ന അതിവിശിഷ്ടമായ സമയം. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് പൂരം ആരംഭിച്ചു. ഇന്ന് ബുധനാഴ്ച വൈകുന്നേരം 6:20 വരെ ഈ പൂരം നീണ്ടു നിൽക്കും.
അപ്പോൾ ഇത് വിശ്വാസപരമായൊരു കാര്യമാണ്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ പറയുമ്പോൾ സാന്ദർഭികമായി കൗതുകമുള്ളൊരു കാര്യം പറയാൻ പറ്റില്ല. എല്ലാവരും പറയുന്നതിൽ വ്യത്യസ്തമായ എന്തെങ്കിലും നമ്മൾ പറയണമല്ലോ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ കാണിച്ചില്ലേ, ഒരു കോൺഗ്രസ് നേതാവ് റാഫേൽ വിമാനത്തിൻ്റെ ഒരു മോഡൽ കാണിച്ചിട്ട് ഇന്ത്യയുടെ റാഫേൽ ഇതാണ്, അതിൻ്റെ താഴെ പച്ചമുളകും നാരങ്ങയും കെട്ടിത്തൂക്കി നമ്മുടെ വിശ്വാസങ്ങളെ കളിയാക്കി. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഈ ഇന്ത്യൻ വിശ്വാസങ്ങളെയും ഇന്ത്യൻ സംസ്കാരത്തെയും ഒക്കെ കളിയാക്കുന്നവരോട് പറയാം നമുക്ക്, എടാ ഞങ്ങൾ ഇന്നലെ പൂരം നോക്കിയിട്ട് ചൊവ്വാഴ്ചയും കൂടെ കണക്കിലെടുത്തിട്ട് തൻ്റെയാടാ ഇന്നലെ പാകിസ്ഥാനെ അടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ പറയാനുള്ള പല നാറേറ്റീവ്സിലൊന്നാണ്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അഭിമാനകരമായി ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭാഗത്ത് നിന്ന് ഒരു നാശനഷ്ടവും ഉണ്ടാവാതെ പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ, അവിടെ തീവ്രവാദ ജിഹാദ് മദ്രസകളുണ്ടെന്ന് പറഞ്ഞല്ലോ, ഹാഫിസ് സയ്യിദിൻ്റെ ജിഹാദ് മദ്രസകൾ തകർത്തു എന്നാണ് പറയുന്നത്. 600ഓളം ആളുകളുണ്ടായിരുന്നു. 100ഓളം പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനിൽ തൃശ്ശൂർ മാത്രമല്ല, ഇന്നലെ പാകിസ്ഥാനിലും പൂരമായിരുന്നു. ഈ പാകിസ്ഥാനിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നടക്കുന്നത്, മിനിഞ്ഞാന്നുണ്ടായ ഒരു വിഷ്വൽസ് ഞാൻ കണ്ടു. പാകിസ്ഥാനിലെ ദേശീയ ബാങ്കുകളുടെയൊക്കെ മുന്നിൽ വലിയ ക്യൂ ആണ്. കാരണം ആളുകൾ വലിയ തോതിൽ പണം പിൻവലിക്കുന്നു. ഇന്ത്യ ആക്രമിക്കാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. പാകിസ്ഥാൻ്റെ പണമില്ല, അതുകൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പണമൊക്കെ എടുത്ത് ആളുകൾ രാജ്യം സൈനിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ട് നമ്മുടെ കാശ് കിട്ടാതെ വരും എന്ന് പറഞ്ഞ് ആളുകൾ കൂട്ടത്തോടെ വലിയ തിരക്ക് ക്യൂ നിന്ന് ബാങ്കുകളിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാൻ വേണ്ടി ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ച മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ ഞാൻ കണ്ടു. അപ്പോൾ അല്ലാതെ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ വല്ലാതെ പരിഭ്രാന്തിയിലായിരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇന്ത്യ ഇതൊക്കെ പറയും, വേണ്ടി വന്നാൽ ഈ ബലാക്കോട്ട് മോഡൽ പാക് അധിനിവേശ കാശ്മീരിൽ മാത്രം ഒരു അറ്റാക്ക് നടത്തും എന്ന് കരുതിയിരുന്ന പാകിസ്ഥാൻ്റെ പ്രതീക്ഷകളെ ആകെ തെറ്റിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇന്നലെ പുലർച്ചെ വലിയ തോതിൽ കനത്ത തോതിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല പാകിസ്ഥാനെ വല്ലാതെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചു. നമ്മളിപ്പോൾ എന്താ ഇന്ന് രാജ്യത്ത് എല്ലായിടത്തും മോക്ക് ഡ്രിൽ നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുക. അപ്പം മോക്ക് ഡ്രില്ലൊക്കെ നടത്തി ഇന്ത്യ പതുക്കെ സജ്ജമായി വരുന്നതേ ഉള്ളൂ എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ മറവിൽ നമ്മൾ അടി കൊടുത്തിരിക്കുകയാണ്. ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നു. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ പുലർച്ചെ നടന്ന ഈ ആക്രമണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി എന്നിവർ ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു. ലോക കല്യാൺ മാർഗിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലും ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 3 നായകരും ഒരുമിച്ചിരുന്ന് തത്സമയം ഈ ആക്രമണങ്ങൾ കാണുന്നുണ്ടായിരുന്നു എന്നുകൂടിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ സൈന്യത്തിൻ്റെ ഔദ്യോഗിക പത്രക്കുറിപ്പ് വരണം, പത്രസമ്മേളനം വരുന്നുണ്ട്. അതിനുശേഷമാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുക. ഏതായാലും ഇത് സംബന്ധിച്ച് ഊഹാപോഹങ്ങളൊന്നും പറയാൻ ഇല്ലാത്ത കഥകൾ മെനയുന്നത് ഭംഗിയല്ല, ഉചിതമല്ല. നമ്മളതിന് തയ്യാറുമല്ലാത്തതുകൊണ്ട് പൊടിപ്പും തൊങ്ങലും വെച്ച ഒരു കഥയും നമ്മൾ പറയുന്നില്ല. വസ്തുതാപരമായ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രേക്ഷകരോട് പറയത്തുള്ളൂ. ആളുകളെ അനാവശ്യമായി പാനിക്കാക്കാനും അല്ലെങ്കിൽ ഇല്ലാത്ത ഇപ്പം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരുപാട് കെട്ടുകഥകൾ ഉണ്ടാക്കി വ്യൂവർഷിപ്പ് നേടാൻ ആളുകൾ ശ്രമിക്കും. നമ്മളതിനില്ല. വസ്തുതകൾ മാത്രമേ നമ്മൾ പ്രേക്ഷകരോട് പറയുള്ളൂ. തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആളുകളെ ചകിതരാക്കുന്നതുമായ ഒരു കാര്യങ്ങളും നമ്മൾ പറയാനില്ല എന്നോട് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.